സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ച ഒരു തുക 10 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്ര? ഓപ്ഷൻ എ 10%, ബി 12%, സി 16%, ഡി 20%. അപ്പോൾ സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ച ഒരു തുക 10 വർഷം കൊണ്ട് ഇരട്ടിയാവണം. അപ്പം നമുക്ക് നിക്ഷേപിച്ച തുകനെ നമ്മൾ പി എന്നാണ് സാധാരണ എടുക്കുക. പീനെ പി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ആ തുക 10 വർഷം കൊണ്ട് ഇരട്ടിയാവാണ്. അപ്പോൾ എമൗണ്ട് ഈസ് ഈക്വൽ ടു ഇരട്ടി എന്ന് പറയുമ്പോൾ 2p ആയി. എമൗണ്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് 2p. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 2p മൈനസ് പി ഈസ് ഈക്വൽ ടു പി കിട്ടി. ഇൻട്രസ്റ്റും പി തന്നെ, പ്രിൻസിപ്പളും പി തന്നെ. ഇനി നമ്മളിവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് 10 ആണ്. n ഈസ് ഈക്വൽ ടു 10 എന്ന് കൊടുക്കാം. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. പലിശ നിരക്ക് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മുടെ ഫോർമുല ഐ ഈസ് ഈക്വൽ ടു PNR ബൈ 100 ആണ്. ഐ ഈസ് ഈക്വൽ ടു PNR ബൈ 100 അല്ലേ? അപ്പോൾ ഐ ഇൻറ്റു 100 നമുക്ക് ഫോർമുല ആദ്യം കറക്റ്റ് ചെയ്യാം. ഐ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു PNR. നമുക്ക് ആറാണ് കണ്ടുപിടിക്കേണ്ടത്. ആർ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പി ഇൻറ്റു എൻ. ഇവിടെ ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും പി ആണ്. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പളും പി ആണ്. നമ്മൾ നിക്ഷേപിച്ച തുകയും അത് ഇരട്ടിയാകുമ്പോൾ ഇൻട്രസ്റ്റും പി തന്നെയാണ്, നിക്ഷേപിച്ച തുകയും പി തന്നെയാണ്. ഇൻറ്റു എൻ 10 വർഷം. അപ്പോൾ ഈ പിയും ക്യാൻസലായി. 10 100 10 ടൈംസ്. ആൻസർ ഈസ് ഈക്വൽ ടു 10%. ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ. If you like this video, please like, share and subscribe. Thank you.